നമ്മളൊരു ഡ്രസ്സിന് ഒരു 800 റുപ്പീസ് ചാർജ് ചെയ്താൽ യൂഷ്വലി ആൾക്കാരെന്താ വിചാരിക്കും, ഓ ഇതിപ്പോൾ നല്ല ലാഭമാണല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത്രയൊക്കെ ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ, ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ 800 ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ദിവസം എത്ര എണ്ണം സ്റ്റിച്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നല്ല ലാഭമാണെന്ന് വിചാരിക്കുമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വിങ് ബിസിനസ്സിലുള്ള ഹിഡൻ ആയിട്ടുള്ള എക്സ്പെൻസസ് എത്രയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അതൊക്കെ വരിക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഫൂട്ടേജായിട്ട് കാണുന്നുണ്ടാവുക ഞാൻ 1-2 ദിവസം ചെയ്ത് സ്വിങ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ വരുന്ന ഹിഡൻ ചാർജസ് എന്താണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ആൾക്കാർക്കും ഹെൽപ്പായിരിക്കും. ഒരു സ്റ്റിച്ചിങ് ചാർജ് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ബിഗിനേഴ്സിനും ഇത് ഹെൽപ്പ് ആവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നല്ലൊരു ഗുഡ് വെതറാണ് ഇന്ന്. ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇന്ന് തീരില്ല, നമ്മൾ 1-2 ദിവസങ്ങളിലായിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് ഹിഡൻ ചാർജസിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ മെയിൻ്റനൻസ് എക്സ്പെൻസ് ആണ് കേട്ടോ. അതിലെന്തൊക്കെ വരുന്നുണ്ടാവും? ഓയിൽ ചേഞ്ച് വരും, നീഡിൽ ചേഞ്ച് വരും, ബെൽറ്റ് ചേഞ്ച് വരും, മെഷീൻ റിപ്പയർ വരും, ഫൂട്ട് ചിലപ്പോൾ കേടായി പോകും, അങ്ങനെ പലതരം എക്സ്പെൻസ് വരും. സർവീസ് വരും അതിനകത്ത്. ഇപ്പോൾ ഒരു സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ ടെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ട് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഷോപ്പിൽ കൊണ്ടുപോയി ഒരു ടെക്നീഷ്യനെ വീട്ടിലേക്ക് വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ 500 to 2000 അതിൻ്റെ മീതയ്ക്ക് വരെ പോവാം. ഇത് പല സാഹചര്യങ്ങളിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ വൺസ് ഒരു 2 കൊല്ലം മുന്നേ എനിക്കിങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓണത്തിനോടനുബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേച്ചിയുടെ തന്നെ 2-3 സെറ്റ് ചുരിദാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോണത് ഒരു 2000 രൂപയുടെ താഴെ. ആ സമയത്ത് ഞാനൊരു 500 രൂപ വാങ്ങിയിരുന്നു. അപ്പോൾ ഒരു 1500 രൂപയാണ് ഒരു 3 സെറ്റ് ചുരിദാർ സ്റ്റിച്ച് ചെയ്താൽ കിട്ടുക. പക്ഷേ ആ സമയത്ത് എൻ്റെ മെഷീൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് മെഷീൻ കേടായി. അപ്പോൾ എന്ത് വേണ്ടി വന്നു, ഇത് റിപ്പയർ ചെയ്യാൻ കൊടുത്തപ്പോൾ എനിക്ക് മോട്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3000 രൂപയായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ചേക്കാം കേട്ടോ, 3000 രൂപ കൊടുത്തിട്ട് ഞാൻ മോട്ടർ ചേഞ്ച് ചെയ്ത് റെഡിയാക്കിയിട്ട് ആ സമയത്ത് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കിട്ടാനുണ്ടായിരുന്ന 1500 രൂപയായിരുന്നു. അപ്പോൾ 1500 രൂപ അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ പോലെ, കയ്യിൽ നിന്ന് പോയി എന്നല്ല, നമ്മുടെ മെഷീൻ റെഡി ചെയ്യാൻ നമുക്ക് എന്നാണെങ്കിലും എപ്പോഴാണെങ്കിലും യൂസ് ചെയ്യാം, നമ്മൾ റെഡിയാക്കേണ്ടതുമാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പ്രോഫിറ്റ് അല്ല അവിടെ ഉണ്ടാവുക. ചിലപ്പോൾ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങും. അത് ആ മെഷീൻ്റെ മോട്ടർ കേടായത് ചിലപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റിയിലെ ഫ്ലക്ച്വേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പോയി കുടുങ്ങിക്കഴിഞ്ഞാലും അങ്ങനത്തെ ഇഷ്യൂസ് വരാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊരു ഹിഡൻ എക്സ്പെൻസാണ്. ഇത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടാം. അല്ലെങ്കിൽ മെഷീൻ കേടാവുക എന്നുള്ളത് റെഗുലറായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, കണ്ടിന്യൂസ് സ്റ്റിച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്നും തലയ്ക്കൊന്നും ഒക്കെ ആയിട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവുക. നീഡിൽ പൊട്ടുക, നീഡിൽ കുത്തി എന്താ പറയുക, പൊട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് പ്ലേറ്റ് വളഞ്ഞു പോവുക, അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു കാറ്റഗറിയിലോട്ട് വരും കേട്ടോ. രണ്ടാമത്തെ എക്സ്പെൻസ് എന്താണ്? സൗണ്ട് നന്നായിട്ട് ക്രാക്ക് ആവുന്നുണ്ട്, നിങ്ങളത് ക്ഷമിക്കുക. ഓക്കെ, അഗെയിൻ രണ്ടാമത്തെ എക്സ്പെൻസ് എന്താണ് വരിക? നമ്മുടെ ഈ ചെറിയ മെറ്റീരിയൽസിൻ്റെ എക്സ്പെൻസ് ഉണ്ടല്ലോ. കസ്റ്റമർ നമുക്ക് തുണി മാത്രമായിരിക്കും കൊണ്ടു തരുന്നുണ്ടാവുക. മോസ്റ്റ് ഓഫ് ദ കേസിൽ ലൈനിങ് ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ പോയിട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് എൻ്റെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാൻ പോകാനായിട്ട് നിങ്ങൾക്കൊരു ചാർജ് ഉണ്ട്, നിങ്ങളൊരു ട്രാവൽ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് എത്ര റേറ്റിനാണോ ലൈനിങ് മേടിക്കുന്നത് അതേ റേറ്റിന് കസ്റ്റമറിനെ പ്രൊവൈഡ് ചെയ്യാതെ ഒരു 5-10 രൂപ അഡീഷണൽ അവരുടെ അടുത്ത് നിന്ന് മേടിക്കാം. എന്നാലാണെങ്കിലാണ് നമുക്കത് കോപ്പപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെറിയ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ത്രെഡ്, ചോക്ക്, അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, ഇലാസ്റ്റിക്, ഹുക്ക്, അങ്ങനെ ചെറിയ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊരു എക്സ്പെൻസ് ഉണ്ട്. ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളല്ലേ, ഇതൊക്കെ എന്തിനാണ് കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെഗുലറായിട്ട് സ്റ്റിച്ചിങ് ചെയ്തു കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു മാസത്തേക്ക് നോക്കുമ്പോൾ ഇതൊരു ചെറിയൊരു എമൗണ്ടായിട്ട് വരും. ഈ പലതുള്ളി പെരുവെള്ളം എന്നുള്ള ആണല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊരു എക്സ്പെൻസ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഹിഡൻ ചാർജ് അല്ലെങ്കിൽ ഹിഡൻ എക്സ്പെൻസ് ആണ് നമ്മുടെ ഇലക്ട്രിസിറ്റി.
കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്, ഓൾമോസ്റ്റ് ഒരാഴ്ചയിൽ നിങ്ങളൊരു 5 ദിവസം സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഓൾമോസ്റ്റ് ഇപ്പോൾ അത്ര സ്റ്റിച്ചിങ് ഒക്കെ ഉള്ള ഒരാൾ ചവിട്ടി തേക്കുന്ന മെഷീനിൽ ആവില്ലല്ലോ സ്റ്റിച്ച് ചെയ്യുക. മോട്ടർ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ മെഷീൻ ആണെങ്കിൽ നമ്മളൊരു മോട്ടർ വെച്ചിട്ടല്ലേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല്, നിങ്ങളൊരു അയൺ ബോക്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ പാതി സ്റ്റിച്ചിങ്ങും പാതി അയണിങ് ആണെന്നാണ് പറയുക. അങ്ങനെയാണത്. അപ്പോൾ ആ അയണിങ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കുന്ന റൂമിൽ നമുക്കിങ്ങനെ വേർത്തുരുകി ഒലിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ഫാൻ ഒബ്വിയസ്ലി വർക്ക് ചെയ്യുന്നുണ്ടാവും, ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എൻറ്റയർ സെറ്റപ്പിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു മന്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതൊരു എമൗണ്ടായിട്ട് വരും. അതാണ് അടുത്തത്. ഇനി 4th പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമാണ്. ടൈം ഈസ് ഈക്വൽ ടു മണി. അത് ആർക്കറിയാത്തത്? ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ സമയം നമുക്കിപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഒരു സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ഒരു 1 മണിക്കൂർ കൊണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാമല്ലോ. സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ചിലപ്പോൾ 1 മണിക്കൂർ മതിയായിരിക്കും. പക്ഷേ കുറച്ച് കാര്യമായിട്ടുള്ളൊരു ഡ്രസ്സ്, ഒരു ബ്ലൗസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പാർട്ടി വെയർ, വോട്ട് എവർ, ഒരു അത്ര സിമ്പിളല്ലാത്ത ഇപ്പോൾ ഒരു പെറ്റിക്കോട്ട് പോലത്തെ, അതൊക്കെ സിമ്പിളാണെന്ന് പറയാം. പക്ഷേ ഈ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിൻ്റെ പുറകിലും ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? അത് കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനൊരു ടൈമുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ഡ്രാഫ്റ്റ് വേണം. ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണ്ടി വന്നിരുന്നു? നമുക്ക് മെഷർമെൻറ്റ് എടുക്കേണ്ടി വന്നിരുന്നു അല്ലേ. മെഷർമെൻറ്റ് ചിലപ്പോൾ നമ്മൾ നേരിട്ട് എടുക്കുകയായിരിക്കും, കസ്റ്റമർ ഓൺലൈനായിട്ട് അയച്ചു തരുമായിരിക്കും. അപ്പോൾ കസ്റ്റമറിനായിട്ട് അവിടെ ഒരു കൺവെർസേഷൻ വന്നു. അപ്പോൾ ആ കൺവെർസേഷനുള്ള സമയമുണ്ട്. ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരിട്ട് വരികയാണെങ്കിൽ അവർ വീട്ടിൽ വന്നിരുന്ന മെഷർമെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, തുണി തരുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം നേരം കഥ പറഞ്ഞ് നമ്മൾ കുറേ സമയം അവിടെ അങ്ങനെ പോയി പോകും. ആ ഒരു സമയമുണ്ട്. അതിന് മുന്നേ നമ്മൾ ഈ തുണിയൊക്കെ കൊണ്ട് തരണതിന് മുന്നേ കസ്റ്റമർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യും. ചിലപ്പോൾ അവേഴ്സ് നീണ്ട ഡിസ്കഷൻ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ തുണി നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവും, അവർ കൊണ്ടുതരണ്ടാവും. ചിലപ്പോൾ അവർ കൊണ്ടുതരാവില്ല. ആസ് പെർ ദ ഡിസ്കഷൻ നമ്മൾ പോയിട്ട് തുണി എടുത്തിട്ട് അങ്ങനെ കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുകയായിരിക്കും. അപ്പോൾ ഈ 1 മണിക്കൂർ എന്നുള്ളത് അവിടെ എത്ര മണിക്കൂറായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാവും? ഒരു 4-5 മണിക്കൂർ ചുരുങ്ങിയതായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാവില്ലേ. നമുക്ക് ആലോചിക്കുമ്പോൾ അതിപ്പോൾ എന്താ നിസാരം എന്ന് തോന്നും. പക്ഷെ നിസാരമല്ല. കാരണം ഒരാൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയത്തു നിന്നാണ് ഈ സമയം പോയിരിക്കണേ. അപ്പോൾ ആ സമയത്തിന് അവിടെ വാല്യൂ ഉണ്ട്. ഓക്കെ, അതാണ് അടുത്തൊരു ഹിഡൻ എക്സ്പെൻസ്. നിങ്ങളിങ്ങനെ കേട്ട് വരുമ്പോൾ കണ്ടിങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നൊരു ഇമോഷനാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ണ് തള്ളാൻ മാത്രമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങളിപ്പോൾ ഒരു മണിക്കൂറിൽ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണ ആളാണെങ്കിൽ നിങ്ങൾ 5 മണിക്കൂർ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ 5 മണിക്കൂർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ബ്ലൗസ് തുന്നാൻ പറ്റും? അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് മാത്രമായിട്ട് നിങ്ങൾക്ക് എത്ര പൈസ ആ വഴിക്ക് വരേണ്ടതായിരുന്നു? ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിഡൻ എക്സ്പെൻസിൽ അല്ലെങ്കിൽ ഹിഡൻ ലോസ് എന്ന് പറയണോ ഹിഡൻ എക്സ്പെൻസ് എന്ന് പറയണോ എന്നുള്ളത് കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഇതും വരും കേട്ടോ. അടുത്ത ഒരു കാര്യം വരുന്നത് ഓൾട്രേഷൻസ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കസ്റ്റമർ വന്നിട്ട് നോക്കി, ചിലപ്പോൾ എന്തെങ്കിലും സൈസ് ഓൾട്ടർ ചെയ്യാനോ, ചിലപ്പോൾ ചില പോർഷൻ അവർക്ക് പറ്റിയില്ല, അപ്പോൾ അതൊന്ന് മാറ്റി ചെയ്യുമെന്ന് പറയും. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആണ്, അവർക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ നമ്മളതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൺസ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് അത് അവസാനിച്ചു എന്ന് നമുക്ക് തോന്നിയാലും ചിലപ്പോൾ അത് അവസാനിച്ചോളണമെന്നില്ല. ചിലപ്പോൾ ഒരു ഡിസൈൻ ചേഞ്ചോ അല്ലെങ്കിൽ ചെറിയ ലെങ്തിൽ വേരിയേഷൻ, ചെറിയ ഫിറ്റിംഗ് കറക്ഷൻസ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ ഓൾട്രേഷന് വേണ്ടിയിട്ടും അവിടെയും നമ്മുടെ ടൈം പോകുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു ഹിഡൻ ചാർജിൽ വരും. അതായത് നിങ്ങൾ ഈ സമയമായിട്ട് കണക്ട് ചെയ്തിട്ട് ആലോചിച്ച് നോക്കൂ കേട്ടോ. ടൈം ഇസിക്കൽ ടു മണി. എവിടെയൊക്കെ നമ്മുടെ സമയം പോകുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ഒന്നുകിൽ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സമയം പാഴായിട്ടാണ് പോകുന്നത്, അതിനൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പറയണതിന് മുന്നേ ഞാൻ ഈ ചുരിദാറിനെ കുറിച്ചൊന്ന് പറയട്ടെ കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അമ്മ അങ്ങനെ യൂഷ്വലി ചുരിദാർ ഇടുന്ന ആളല്ല, പക്ഷേ വല്ല ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഇടാമല്ലോ എന്ന് ഓർത്തിട്ട് സ്റ്റിച്ച് ചെയ്താണ്ടോ. അന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു ചുരിദാർ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട്, നല്ലതാണോ എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മുടെ വർക്കുകൾ ഇങ്ങനെ പാരലലി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹിഡൻ
ഫിസിക്കൽ എഫേർട്ടാണ്. ഹിഡൻ ഫിസിക്കൽ എഫേർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്ത് പരിചയം ഉണ്ടാവും. നമ്മൾ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, തലവേദന, വയറ്റിൽ നീര് വീഴുക, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഉറക്കം, സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടായിരിക്കും ചിലപ്പോൾ. കാരണം നാളെ തന്നെ കൊടുക്കണം. ചിലവർ വളരെ പരിചയമുള്ള സ്നേഹത്തിലുള്ള ആൾക്കാർ വന്നിട്ട് ഒന്ന് നാളേക്ക് ഒന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് എന്താ പറയുക, എടുത്തടിച്ച പോലെ നോ പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയം എക്സ്ട്രാ എടുത്ത്, അതായത് നമ്മൾ ഉറങ്ങേണ്ട സമയം എടുത്തിട്ട് നമ്മൾ തുന്നാനിരിക്കും. പിന്നെ നമുക്ക് കുട്ടികളും ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് രാത്രി ആയിരിക്കും നമുക്ക് സ്വസ്ഥമായിട്ടൊരു സമയം കിട്ടുന്നുണ്ടാവും തുന്നാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉറക്കവും അവിടെ കുറേ എന്താ പറയുക കോംപ്രമൈസ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ ഹെൽത്ത് കോംപ്രമൈസ് ആവുന്ന ഒരു ജോലി തന്നെയാണ് സ്റ്റിച്ചിങ്. ഹെൽത്ത് മാത്രമല്ല, നമ്മൾ നന്നായിട്ട് ബ്രെയിൻ ഡ്രെയിൻ ആവുകയും ചെയ്യും. നമ്മൾ ഓരോ ഡിസൈൻ ആലോചിക്കുമ്പോഴും അതങ്ങനെ വരും ഇങ്ങനെ വരും, പിന്നെ അതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങൾ കുറേ തലയും വർക്ക് ചെയ്യണം, ഫിസിക്കലി നമ്മൾ വർക്ക് ചെയ്യണം, ഇമോഷണലി നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. നമ്മൾ ഇവിടെ പകുതി എവിടെയോ പകുതി എന്നുള്ള അവസ്ഥയിൽ സ്റ്റിച്ച് ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിലൊരു 100 അഴിച്ചുപണി ഉണ്ടായിരിക്കും. ചില സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാനേ പറ്റില്ല, അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ എല്ലാ ജോലിയിലും ഉള്ളതാണ് കേട്ടോ, ഇതിൽ മാത്രമല്ല. പക്ഷേ ഇതിൽ വരുന്ന ഹിഡൻ എക്സ്പെൻസ്, ഹിഡൻ ചാർജസ്, ഹിഡൻ എഫേർട്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു പോയിൻ്റ് ഡിസ്കസ് ചെയ്തു എന്നുള്ളൂ. പക്ഷേ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും വീഴ്ച പറ്റി മെറ്റീരിയൽ ഡാമേജ് ആയിപ്പോയി, ഇപ്പോൾ അയൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഹീറ്റ് കൂടി പ്രശ്നം വന്നു, അല്ലെങ്കിൽ തുണി തികഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ടെൻഷൻ ഒരു 2-3 ലെവൽ കയറ്റി വയ്ക്കുന്ന സംഗതികളാണ്. നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടി വരും, കയ്യിൽ നിന്ന് പൈസ പോവും, കസ്റ്റമറുടെ സൈഡിൽ നിന്നുള്ള ചീത്തവിളി വേറെ. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള സംഗതികളാണ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ പറയുക, ഒരു അനാർക്കലി സ്റ്റിച്ച് ചെയ്യണതിന്, അല്ലെങ്കിൽ പോട്ടെ എന്തെങ്കിലും ആവട്ടെ, ഒരു പാറ്റേൺ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഒരു 800 ഒരാൾ ചാർജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു തയ്ക്കണ ഒരാൾ ഷോപ്പിലോ വീട്ടിലോ എവിടെയെങ്കിലും ആവട്ടെ ഇതിനനുസരിച്ച് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമോ? ഇനി ഇതൊക്കെ കൂടെ ആലോചിച്ചിട്ട് ഇവർക്ക് എന്തൊരു ലാഭം. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കുക, ഇതിൽ ഈ 800-ൽ എത്ര രൂപ ഈ ഒരു എക്സ്പെൻസിൻ്റെ അണ്ടറിൽ പോകുന്നുണ്ടാവും? എത്രയായിരിക്കും അവർക്ക് ആക്ച്വലി അവർ ഇട്ട ഒരു എഫേർട്ടിനും സമയത്തിനൊക്കെ അനുസരിച്ചിട്ട് കിട്ടുന്നുണ്ടാവുക? അപ്പോൾ അത് ലാഭമാണോ നഷ്ടമാണോ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് പറയാം കേട്ടോ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഇതല്ലാത്തത് മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ തോന്നണേന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിനോട് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് എവറി ഇയർ എല്ലാവരും ചാർജസും എല്ലാം റിവൈസ് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുന്നവരും ചാർജസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഈ ഒരു ജോലി ചെയ്തുകൊണ്ട് ഈ ഒരു സൊസൈറ്റിയിൽ എന്താണ് ഇവിടുത്തെ ചിലവുകൾക്കും കാര്യങ്ങൾക്കും അനുസരിച്ച് നമ്മൾ നമ്മുടെ ചാർജസ് റിവൈസ് ചെയ്താൽ മാത്രമാണ് നമുക്കും ആ ഒരു ഫ്ലോയിലങ്ങ് പോകാൻ പറ്റുള്ളൂ. അതൊരു റീസണബിൾ ആയിട്ടുള്ള റിവിഷനാണ് എല്ലാവരും ചെയ്യാറുള്ളത്. ചില ഏരിയയിൽ ചില ബുട്ടിക്കിൽ ചാർജ് ആയിരിക്കില്ല, എന്താ പറയുക, നോർമൽ ഒരു ഷോപ്പിൽ മേടിക്കുന്നത് അതായിരിക്കില്ല വീട്ടിലിരുന്ന് തുന്നുന്നവർ മേടിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു ജോലിക്ക് മാന്യമായിട്ടുള്ള ഒരു ചാർജ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു റേറ്റ് കേൾക്കുന്ന വഴിക്ക് തന്നെ ഇത്ര കത്തിയാണല്ലോ ദൈവമേ എന്ന് ആലോചിക്കാതെ എന്തായിരിക്കും അവർ ഇത്രയും ചാർജ് ചെയ്യാനുള്ള ഒരു കാരണം എന്നൊന്ന് ആലോചിച്ചേക്കുക. ഓഫ് കോഴ്സ് അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മളൊരു 10 രൂപ കൊടുത്തിട്ടൊരു കാര്യം ചെയ്യിപ്പിക്കുകയാണെങ്കിലും ആ 10 രൂപയുടെ വാല്യൂ വേർത്ത് അതിനുണ്ടോ എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യമാണ്. നമുക്കൊരു സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് അത് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അവരോട് ഫ്രാങ്കായിട്ട് പറയാം. നെക്സ്റ്റ് ടൈം നമ്മളവിടെ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആവുന്നിടത്ത് കൊടുക്കുക. അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവരുടെ ചോയ്സും റൈറ്റ്സും ഒക്കെയാണ് കേട്ടോ. അതിലൊന്നും ഒരു എതിരഭിപ്രായമില്ല. ഞാനിതിനകത്ത് ഇത്രയൊക്കെ ഹിഡൻ ചാർജസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് പറയണമെന്ന് വിചാരിച്ചു, അത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വേറൊരെണ്ണം കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു ഫ്രോക്കാണിത്. ഇതിൻ്റെ കളർ ആക്ച്വലി ഇതല്ല. ഇതെന്താണ് ഈ വീഡിയോയിൽ ഇതിങ്ങനെ ഒരു ബിസ്ക്കറ്റ് കളറായിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതൊരു ലൈറ്റ് പിങ്ക് മൗവ് ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. പക്ഷേ ഇതെന്താണ് ഇത്ര പൊട്ട കളറായിട്ട് ഈ വീഡിയോയിൽ കാണണമെന്ന് അറിയില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ്. കോട്ടൺ ലൈനിങ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, കൺസീലർ സിബ് കൊടുത്തിട്ടുണ്ട്, നല്ല വലിയൊരു ബോ കൊടുത്തിട്ടുണ്ട്.
ഒരു വർക്ക് മെറ്റീരിയൽ ആക്കി കൊടുത്തിട്ടുള്ളതാണ്. അത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് ഞാനും നമസ്തയും കൂടിയിട്ട് കളർ ഹൗസ് വരെ ഒന്ന് പോവാണ്. 1-2 പ്രിൻ്റ് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ആ കളർ ഹൗസ് എത്തിയിട്ട് നമസ്തയ്ക്ക് നെയിം സ്ലിപ്പ് ഞാൻ കസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടച്ച് പ്രിൻ്റ് എടുത്ത് നോക്കണം. പിന്നെ എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ്, ഒരു ഗ്രിഡ് നമ്മൾ മിസ്റ്റർ DIY എന്നൊരു ഗ്രിഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഗ്രിഡ്. അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുക്കാനുണ്ട്. അങ്ങനെ തന്നെ നെയിം സ്ലിപ്പിൻ്റെ ടെസ്റ്റും എടുക്കാനുണ്ട് കേട്ടോ. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ കളർ ഹൗസിൽ ബാക്ക് ടു സ്കൂൾ സപ്ലൈസിലൊക്കെ അത് കസ്റ്റമൈസ് ചെയ്യുന്ന പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. ഒരു 10-15 മിനിറ്റ് കളർ ഹൗസിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കളർ ഹൗസിൽ വരുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത് ഞാൻ ഫോട്ടോസ് ഇങ്ങനെ അലൈൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു 16 ഫോട്ടോസ് ഞാൻ ഈ ഒരു A3 ഷീറ്റിൽ എടുത്തിട്ടുണ്ട്, ആ ഗ്രിഡിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതാ നെയിം സ്ലിപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് PVC ഷീറ്റ് ഉണ്ടല്ലോ, വാട്ടർ പ്രൂഫ്, അതിലാണ് എടുത്തിട്ടുള്ളത്. ഇത് പക്ഷേ അവരോട് ഞാൻ ഫിറ്റ് ചെയ്ത് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഫിറ്റ് ചെയ്തിട്ട് അടിച്ചില്ല. ഷീറ്റിൽ ഫിറ്റ് ചെയ്ത് അടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൈസ് കിട്ടുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഷർട്ട് ബട്ടൺ അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ യൂഷ്വലി നൂലും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ഷോപ്പിൽ ഇങ്ങനെ ബട്ടൺ അടിച്ച് തരും. അവിടെ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ അതും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങുന്നുണ്ട് കേട്ടോ. ഷർട്ട് ബട്ടൺ അടിച്ചത് വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സിബും ഒരു നൂലും ഞാൻ വാങ്ങിയിട്ടുണ്ട്, എനിക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു. ഞാൻ പിന്നെ ഇത് കട്ട് ചെയ്യാനും അത് ഒതുക്കി വെക്കാനൊക്കെ ആയിട്ട് നിന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ കട്ട് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാൻ നമ്മുടെ ചാനലിൻ്റെ എബൌട്ട് ദ ചാനൽ എന്നുള്ള സെക്ഷനും ചാനൽ ലോഗോയും എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി യൂട്യൂബ് അൽഗോരിതത്തിന് മനസ്സിലാവുന്ന പോലെ ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്രിയേറ്റീവ് ഗേൾ വിത്ത് ടു മെനി ഹോബീസ് എന്നാണ് ആ നീഷിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ കണ്ടൻറ്റ്. അതൊന്ന് ചാനലിലും കൂടെ ഒന്ന് മനസ്സിലാവുന്ന രീതിയിലേക്ക് എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ChatGPT, പറയാതെ വയ്യല്ലോ. ChatGPT ആണ് ഇപ്പോൾ നമ്മുടെ സ്വന്തം സഹചാരിയായിട്ടുള്ള ഹെൽപ്പ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞുതരും. നമുക്കതാണല്ലോ വേണ്ടത്. ഡാറ്റനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു തരും. അപ്പം അങ്ങനെ ചാനലൊന്ന് ഗ്രോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നീഷ് കറക്റ്റ് ക്ലിയർ ആക്കിയിട്ട് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചാനലിൽ യൂഷ്വലി ചെയ്യുന്ന കോണ്ടൻറ്റ്സ് തന്നെയാണ് ഇനിയും ചെയ്യുക. ക്രാഫ്റ്റ്, ആർട്ട്, സ്വിങ്, എംബ്രോയ്ഡറി റിലേറ്റഡ് തിങ്സ് തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക. ആരെങ്കിലും ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടെത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ എൻ്റെ ചാനലിൽ വരുന്ന കണ്ടൻറ്റ്സ് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ മാത്രം കേട്ടോ, ഇഷ്ടമാണെങ്കിൽ മാത്രം, ഞാൻ നിർബന്ധിക്കുകയൊന്നുമില്ല. അപ്പം അങ്ങനെ. അപ്പോൾ അതാ ഈ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇത്ര ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ഈ നോട്ടിൽ ഈ വീഡിയോ എൻഡ് ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ റിയൽ ഫോട്ടോസ്, കുറച്ചും കൂടെ ഭംഗിയുള്ള ഫോട്ടോസ് കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. വല്ല ഷോർട്ട് വീഡിയോയിൽ അങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമോ. താങ്ക് യു.